ഇവിടെ ഈ ഇസ്ലാം നേതാവ് ത്രിത്വത്തെക്കുറിച്ച് പറയുന്നത് കേട്ടാലേ സാധാരണ വിശ്വാസികൾ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. ഇതിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഓക്കെ, അപ്ലൈ ചെയ്യാം. 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 ആവർത്തിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 എന്ന് എഴുതുന്നത്. നമ്മൾ 1 എന്ന് പറഞ്ഞ അഥവാ 1 ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഈ പറഞ്ഞ കാര്യം അഡീഷന്റെ രൂപത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1 + 0. കാരണം എന്താ? 1 ആവർത്തിക്കപ്പെടുന്നില്ല. 1 × 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2 തവണ വരികയാണെങ്കിൽ നമ്മൾ അഡീഷന്റെ രൂപത്തിൽ എഴുതിയാൽ 1 ആവർത്തിക്കപ്പെടുന്നു ഒന്നുകൂടെ. അപ്പം 1 + 1 = 2 എന്ന് എഴുതും. ഈ വിഷയത്തിൽ ആകെ ഒരു പിതാവും ആകെ ഒരു പുത്രനും ആകെ ഒരു പരിശുദ്ധാത്മാവും മാത്രമുള്ളപ്പോൾ ഗുണനം ചെയ്യേണ്ട ഒരാവശ്യവും അവിടെ ഇല്ല എന്ന് ബ്രദർ സജു അപ്പം 1 കൂട്ടണം 1 കൂട്ടണം 1 = 3 ആണെന്നാണ് മോമൂസ പറയുന്നത്. ഓക്കെ, ഇതിന് എങ്ങനെ മറുപടി പറയണമെന്ന് ചോദിച്ചാൽ, ഇത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഇസ്ലാമിക നേതാക്കൾ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇദ്ദേഹം വിമർശനപരമായിട്ടാണ് അതിനെ ഉയർത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ചോദ്യവും ഇവരറിയാൻ വേണ്ടിയല്ല ചോദിക്കുന്നത് എന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്, ഇവരുടെ ചോദ്യം ദൈവശാസ്ത്രപരമല്ല. മനസ്സിലായോ? വെറും യുക്തിപരമായ, അതാണ് 1 കൂട്ടണം 1 കൂട്ടണം എന്ന് പറഞ്ഞ് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ശൈലിയിലാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ദൈവത്തെ നമ്മൾ അളക്കുന്നത് സംഖ്യ കൊണ്ടല്ല, ലിറ്റർ കൊണ്ടുമല്ല, kg കൊണ്ടുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്തുകൊണ്ട് ആ ബ്രദർ അങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യം വരും, അല്ലേ? 1 × 1 × 1 എന്ന് പറഞ്ഞത് ആ ക്രിസ്ത്യൻ വിശ്വാസിയാണല്ലോ, ക്രൈസ്തവ സഹോദരങ്ങളാണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടായല്ലേ? അപ്പോൾ മോമൂസ അല്ലല്ലോ, ആദ്യം അവരല്ലേ ചോദിച്ചത്. അങ്ങനെ വാദമുണ്ട്. അപ്പോൾ അതാണ് മോമൂസ ഇങ്ങനെ പറയാൻ കാരണമെന്ന് വേണമെങ്കിൽ വാദം ഉന്നയിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ നിൽക്കുമ്പം ദൈവം എന്ന് പറയുന്നത് ഒരു നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിയിലോ ശക്തിയിലോ ഒതുങ്ങുന്നതാണോ? അല്ല. അപ്പം 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ സംഖ്യാപരമായിട്ടാണ് എടുക്കുക. വെള്ളമാണെങ്കിൽ എങ്ങനെ എടുക്കുമോ? ഇല്ല. എങ്ങനെ എടുക്കുക? ലിറ്ററിലാണ് എടുക്കുക, അല്ലേ? അപ്പം 1 ലിറ്റർ വെള്ളം കൂട്ടണം, 1 ലിറ്റർ. അപ്പം 1 കൊണ്ട് കൂടെ എന്തുണ്ടാവും? ലിറ്ററും ഉണ്ടാവും. അപ്പം 3 മീറ്റർ നീളമുള്ള ഒരു പൈപ്പ് തന്നാൽ, അല്ലെങ്കിൽ ഒരു വടി കിട്ടിയാൽ എന്തു പറയും? നീളം 3 മീറ്ററും ഉണ്ടാകും, എണ്ണം 1 ഉണ്ടാകും. അപ്പോൾ ഒരു വടി 3 മീറ്റർ നീളം ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ എന്തിനെയാണോ പറയുന്നത് അതിനനുസരിച്ച് എണ്ണവും ലിറ്ററും kg ഒക്കെ മാറി മാറി വരും. ഇവിടെ 1 × 1 × 1 എന്ന് ആ ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറയാൻ കാരണം എന്താണെന്നറിയാമോ? അത് ഒന്നിനൊരു സവിശേഷതയുണ്ട്. അതായത് ഗുണനത്തിൽ ഒന്നിനൊരു സവിശേഷതയുണ്ട്. ഇവിടെ മുഹമ്മദ് ഈസ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സാണ്. അത് ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, അവർ തന്ത്രം പ്രയോഗിച്ചു, ഞാനും തന്ത്രം പ്രയോഗിച്ചു, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ അള്ളാഹു കേമനാകുന്നുവെന്ന്. ഇവിടെ മുഹമ്മദ് ഈസ അത് ശരിക്കും ഇവിടെ ഉപയോഗിക്കുക, ആ തന്ത്രം ഉപയോഗിക്കുന്നത്. അവരുദ്ദേശിച്ചത് 1 × 100 എത്രയാണ്? 1 × 1000 എത്രയാണ്? 1000. അപ്പോൾ ഒന്നിന് സവിശേഷതയുണ്ടോ? അല്ലേ? 2 × 100 1000 ആകുമോ? അല്ല, 100 ആകുമോ? ഇല്ലല്ലോ, 200 അല്ലേ? അപ്പോൾ ഇത് മുഹമ്മദ് ഈസ ടാക്ടിക്കലായിട്ട് മറച്ചു വെക്കുകയാണ്. അതാണ്, ഇത് ദൈവശാസ്ത്രപരമായ ക്വസ്റ്റ്യൻ അല്ല. ഇപ്പോൾ സാധാരണ ക്രൈസ്തവ പക്ഷത്തുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? ബൈബിളിൽ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് വ്യാഖ്യാനിക്കും. ബൈബിളിൽ ക്രിസ്തു ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, അത് എടുത്ത് വെച്ച് വ്യാഖ്യാനിക്കും. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് തന്നെയാണ്. അപ്പോൾ കേൾക്കുന്നവർ എന്ത് പറയും? 2000 വർഷമായി കടന്ന് പരിശ്രമിക്കുന്ന ഇതേവരെ മറുപടി ആയില്ലെന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ കേൾക്കുന്ന മുസ്ലിം വിശ്വാസി, ഇസ്ലാം മത വിശ്വാസികളും സാധാരണ ക്രൈസ്തവ വിശ്വാസികളും എന്ത് കരുതും? ദൈവമേ, വിമർശനം ശരിയാണല്ലോ എന്ന് കരുതും. ഈ ടാക്ടിക്സാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് യുക്തിപരമായ ചോദ്യമാണ്. ആ യുക്തിപരമായ ചോദ്യത്തിന് എന്താ പറയേണ്ടത്? യുക്തിപരമായ മറുപടിയാണ് പറയേണ്ടത്. അപ്പം 1 × 1 × 1 = 1 എന്നത് 1ൻ്റെയും ആവർത്തിക്കുന്നില്ല എന്നുള്ളതും 1ൻ്റെയും സവിശേഷത. മാത്തമാറ്റീഷ്യൻസ് അതിന് കൊടുത്തിരിക്കുന്ന സവിശേഷത എന്തിനു വേണ്ടിയാണ്? കണക്ക് കൂട്ടുന്നതിന് വേണ്ടി. മനസ്സിലായോ? അപ്പോൾ എന്തിനെ കൂട്ടുന്നു കുറയ്ക്കുന്നു എന്നതിനനുസരിച്ച് ആണിത് വരുന്നത്. ഇപ്പോൾ 100 ആവർത്തിക്കുന്നില്ല, ഗുണനത്തിൽ 100 ആവർത്തിക്കുന്നില്ല എന്ന് കാണിക്കണമെങ്കിൽ എന്തുപയോഗിക്കണം? 1 ഉപയോഗിക്കണം. ഗുണനത്തിൽ 1000 ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് കാണിക്കണമെങ്കിൽ എന്തുപയോഗിക്കണം? 1 ഉപയോഗിക്കണം. അപ്പോൾ എത്ര ആവർത്തിക്കപ്പെട്ടാലും അത് തന്നെ കിട്ടുള്ളൂ എന്ന് കാണിക്കണമെങ്കിൽ എന്തുപയോഗിക്കണം? 1 മനസ്സിലാകുന്നുണ്ടോ? എന്ത് ഗുണിച്ചാലും അത് തന്നെ കിട്ടുള്ളൂ എന്ന് കാണിക്കണമെങ്കിൽ എന്തുപയോഗിക്കണം? 1 കൊണ്ട് ഗുണിക്കണം, അല്ലേ? അപ്പം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സത്തയാണ്, ഒരു പ്രകൃതിയാണ്, വെളിപ്പെടുത്തുന്നതാണ്. വെളിപ്പെടുത്തിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം വെളിപ്പെടുത്തിയതിൽ ഏറ്റവും നല്ലത് ആരല്ല വെളിപ്പെട്ടിരിക്കുന്നത്? ക്രിസ്തുവിൽ. കാരണം എന്താ? സ്നേഹമാണെന്നാണ് പറഞ്ഞത്. പക്ഷിമൃഗാദികൾക്കും സസ്യങ്ങൾക്കും മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷ, എല്ലാ സൃഷ്ടിക്കും മനസ്സിലാകുന്ന ഭാഷ വെളിപ്പെടുത്തിയത് ആരാ? ക്രിസ്തു.
സ്നേഹം കൽപ്പന നൽകി തന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്നെ പോലെ ക്രിസ്ത്യാനികളെ മാത്രം സ്നേഹിക്കണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പം അതുകൊണ്ട് യഥാർത്ഥ വെളിപ്പെടുത്തൽ ക്രിസ്തുവിലാണ്. അപ്പം ഇവിടെ നമുക്കിത് ഇതിനെ കൗണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്നേഹം ഗുണിക്കണം, സ്നേഹം ഗുണിക്കണം, സ്നേഹം സമം എത്രയാ? സ്നേഹം കൂട്ടണം, സ്നേഹം കൂട്ടണം, സ്നേഹം കൂട്ടണം എത്രയാ? സ്നേഹം. ത്യാഗം കൂട്ടണം, ത്യാഗം കൂട്ടണം, ത്യാഗം സമം എത്രയാ? മനസ്സിലായോ? അപ്പം ആ ക്രിസ്ത്യൻ ബ്രദർ ഉപയോഗിച്ച് തന്നെ 1:1 എന്ന് പറയാൻ കാരണം എന്താ? അനന്തത ഗുണിക്കണം, അനന്തത ഗുണിക്കണം, അനന്തത സമയം എത്രയാ? മനസ്സിലായോ? ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി സമം ഇൻഫിനിറ്റി. മനസ്സിലായോ? അപ്പം ഇതിനെ മനുഷ്യർ പരിഗണിക്കാതിരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ഇസ എന്ന് പറയുന്ന ഇസ്ലാമിക നേതാവ് തന്ത്രം കളിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം വേറൊരു ഉദാഹരണം ഞാൻ പറയാം. മുഹമ്മദ് ഇസയും നമ്മളെല്ലാം പൊതുവായിട്ട് ആരാ? മനുഷ്യരാണ് അല്ലേ? അപ്പം മുഹമ്മദ് ഇസ മനുഷ്യനാണ്. MM ജെറാൾഡ് ആരാ? മനുഷ്യനാണ്. നരേന്ദ്രമോദി ആരാ? മനുഷ്യനാണ്. ഇനി ദൗത്യത്തിൽ വരുമ്പോൾ മോദിജി ആരാണ്? പ്രധാനമന്ത്രിയാണ്. മുഹമ്മദ് ഇസ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കേണ്ടയാളാണ്, ബാധ്യതയുള്ളയാളാണ്. നടത്തിയ കല്യാണങ്ങൾ, നടത്തിയ യുദ്ധങ്ങൾ, ഇത് മുഴുവൻ വിശുദ്ധ യുദ്ധങ്ങളാണെന്ന് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ആര്? മുഹമ്മദ് ഇസ എന്ന് പറയുന്നത്. പക്ഷേ MM ജെറാൾഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ പ്രശ്നമില്ല. കാരണം എന്നറിയോ? ക്രിസ്തുവിൽ എതിരാളികൾ പോലും കുറ്റം കാണുന്നില്ല. മനസ്സിലായോ? അപ്പം മുഹമ്മദ് ഇസ എന്ന് പറയുന്ന മനുഷ്യനാണ്, MM ജെറാൾഡ് മനുഷ്യനാണ്, മോദിജി മനുഷ്യനാണ്. മുഹമ്മദ് ഇസ മുഹമ്മദിൻ്റെ അനുയായിയാണ്, MM ജെറാൾഡ് ക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. കാരണം ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുന്നത് നിന്നെപ്പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കുക എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. അതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പം ഈ വശം മനസ്സിലായല്ലോ, അവർ ഉപയോഗിച്ച് തന്ത്രം മനസ്സിലായല്ലോ. 1:1 എന്നുള്ള തന്ത്രം അല്ലേ? സ്നേഹം ഇൻറ്റു സ്നേഹം ഇൻറ്റു സ്നേഹം സമം സ്നേഹം. അതാണ്. അപ്പം ദൈവം ഇൻറ്റു ദൈവം ഇൻറ്റു ദൈവം സമം എത്രയാ? ദൈവം അല്ലേ? പുത്രനായ ദൈവം പൂർണ്ണനാണ് അല്ലേ? പരിശുദ്ധാത്മാവായ ദൈവം പൂർണ്ണമാണ്. പിതാവായ ദൈവം പൂർണ്ണനാണ്. സത്തയിലും പ്രകൃതിയിലും അവർക്ക് തമ്മിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. അപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന അതിനെക്കുറിച്ച് CCC പഠിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇതൊന്ന് വായിച്ചേ. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സഭ ഉപയോഗപ്പെടുത്തുന്ന ചില പ്രധാന പദങ്ങൾ താഴെ പറയുന്നവയാണ്. സത്ത, സബ്സ്റ്റൻസ്, ചിലപ്പോൾ സാരാംശം, എസൻസ്, പ്രകൃതി, നേച്ചർ. അതായത് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സഭാപിതാക്കന്മാർ ഉപയോഗിക്കുന്ന പദം എന്നാണ്? സാരാംശം, സത്ത, പ്രകൃതി. മനസ്സിലായോ? അപ്പോൾ സത്തയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും, പ്രകൃതിയിൽ എസൻസിലും സാരാംശത്തിലും ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഏകനാണ്, ത്രിയേകമെന്ന് പറയാൻ കാരണം അതാണ്. അത് മനസ്സിലാക്കണം. ഇവിടെ വായിച്ചോ, ഇവിടെ നിന്ന് വായിച്ചേ. വ്യക്തികളുടെ ബന്ധം സൂചിപ്പിക്കുന്ന നാമങ്ങളിലൂടെ പിതാവ് പുത്രനോടും പുത്രൻ പിതാവിനോടും പരിശുദ്ധാത്മാവ് ഇരുവരോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ 3 വ്യക്തികൾ എന്ന് വിളിക്കുമ്പോൾ നാം ഒരു പ്രകൃതിയിൽ അഥവാ സത്തയിൽ മാത്രം വിശ്വസിക്കുന്നു. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വൈപരീത്യം ഇല്ലാത്തിടത്ത് അവർ മൂവരും ഒന്നാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പിതാവ് രക്ഷിക്കുമ്പോൾ പുത്രനും രക്ഷിക്കുന്നു. മനസ്സിലായോ? പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞപ്പം MM ജെറാൾഡിനെ കുറിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് ഇസയെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? മുഹമ്മദ് ഇസനെ അടുത്തടുത്ത് അറിയണം. മുഹമ്മദ് തന്നെ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ടറിയണം അല്ലേ? അപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതനുസരിച്ചാണ് നമ്മൾ എന്തുകൊണ്ട് ദൈവിക ഉണ്മയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സത്തയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ആണോ? അല്ലേ? അപ്പം അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ക്രിസ്തുവിലാണ്. കാരണം ഒരു മതസ്ഥർക്കും തർക്കമില്ല. പക്ഷെ മുഹമ്മദ് വെളിപ്പെടുത്തിയത്, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. ഇനി ഇതിനെ അറിയണമെങ്കിൽ ഏതാണ് ശരി? ത്രിയേകത്വം എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടേതാണോ, ഏകത്വം എന്ന് പറയുന്ന ഏകാധിപതിയായിരിക്കുന്ന മുഹമ്മദ് ഇസ മുമ്പോട്ട് വെക്കുന്ന മതമാണോ ശരിയാണെന്നറിയാൻ മുഹമ്മദ് ഇസ ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു 100 പേരെ, അതായത് ഒരു മതങ്ങളെക്കുറിച്ചും അറിയത്തില്ലാത്ത 100 പേരെ മുഹമ്മദ് ഇസ ഒരിടത്ത് കൊണ്ട് താമസിപ്പിക്കട്ടെ. എന്നിട്ട് അവർക്ക് ഖുറാൻ വായിക്കാൻ കൊടുക്കട്ടെ. ഒരു 30 കൊല്ലം കഴിഞ്ഞ് മുഹമ്മദ് ഇസ അവിടെ ചെല്ലട്ടെ. അവിടെ ഒരു ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ മുഹമ്മദ് ഇസ സഹോദരൻ ഒരു 100 കുടുംബങ്ങളെ, ഒരു മതത്തിലും പെടാത്ത 100 കുടുംബങ്ങളെ കൊണ്ട് വേറെ ഇടത്ത് താമസിപ്പിച്ച് അവർക്ക് ബൈബിൾ വായിക്കാൻ കൊടുക്കട്ടെ. ഒരു 30 കൊല്ലം കഴിയുമ്പോൾ അവിടെ ചെല്ലട്ടെ. അവിടെ ജനാധിപത്യ രാഷ്ട്രമുണ്ടാകും. ഇപ്പോൾ യൂറോപ്പ് നോക്ക്, തല്ലാൻ പറഞ്ഞാൽ കൊല്ലുന്ന കൾച്ചറായിരുന്നു. ഇന്നെല്ലാവരും ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളടക്കം മുഹമ്മദ് ഇസയുടെ മതത്തിൽ വിശ്വസിക്കുന്നവർ അടക്കം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നാടാണ്. അവിടെ ചെന്നിട്ട് അവർ എന്ത് കാണിക്കുന്നു? അതേ സാധനം ഉണ്ടാക്കുകയാണ്.
സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ വിമാനത്തിൻ്റെ ചിറകെ കയറി ഇരുന്നാൽ പോയെന്ന് ഓർക്കണം. എന്നിട്ട് അവിടെ ചെന്ന് എന്നാ കാണിക്കുന്നത്? അതിനെ ഉണ്ടാക്കാൻ നോക്കുക. അതെന്തുകൊണ്ട്? അവർ പഠിച്ച മതത്തിൻ്റെ, മുഹമ്മദ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മതത്തിൻ്റെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ, ഖുറാൻ്റെ, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ജീവിതചര്യകളാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പം മുഹമ്മദ് ഒരു 100 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് രണ്ടിടത്താക്കി ഇവർക്ക് 2 പേർക്കും ഒരിടത്ത് ഖുറാൻ മാത്രം വായിക്കാൻ കൊടുക്കുകയും മറിടത്ത് ബൈബിൾ മാത്രം വായിക്കാൻ കൊടുക്കുകയും ചെയ്താൽ തൃത്വത്തെ സംബന്ധിക്കുന്ന ക്ലാരിറ്റി കിട്ടും. മനസ്സിലായോ? ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ സത്തയെക്കുറിച്ചുള്ള, ഉണ്മയെക്കുറിച്ചുള്ള, എസൻസിനെ കുറിച്ചുള്ള കാര്യം സത്യമാണെന്ന് മുഹമ്മദ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ മുഹമ്മദ് ഇനി മറ്റൊന്ന്, തൃത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ ഡോക്ട്രിനാണ്. ഇതൊരു പ്രബോധനമാണ്, ഇതൊരു ഉപദേശമാണ്. മനസ്സിലായി? ഇതൊരു സിദ്ധാന്തമാണ്, ഇതൊരു വിശ്വാസമാണ്. തൃത്വം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്തിനാണ്? തൃത്വത്തിലാണ്. അറിയോ? അതാണ് നമുക്കറിയാം. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ക്രിസ്ത്യാനികൾ. ഇനി ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത് എന്നതാണ്? ആരെക്കുറിച്ചാണ്? മനസ്സിലായോ? ഇതാണ് വ്യത്യാസം. ഇവരെന്ത് ചെയ്യുന്നു? ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത് തൃത്വമാണെന്ന് വരുത്തി തീർക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. എം അക്ബർ അടക്കമുള്ള ഇസ്ലാമിക നേതാക്കൾ, മുഹമ്മദ് അടക്കമുള്ളവർ ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയും ജീവിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുമാണ്. മനസ്സിലായോ? ഈ വ്യത്യാസമുണ്ട്. ദൈവത്തെ അറിയാത്തവരോട് നമ്മൾ എന്താ പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോസ്തലന്മാർ ആരെ കുറിച്ചാണ് പ്രസംഗിച്ചത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പം ക്രിസ്തുവിനെയാണ് ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത്, വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക സത്തയിലും സാരാംശത്തിലും അവർക്ക് യാതൊരു കലഹവുമില്ല. അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ? അത് പ്രത്യേകതയുമാണ്, ദൈവം വെളിപ്പെടുത്തിയതുമാണ്. ബൈബിളിൽ നമുക്ക് ധാരാളം തെളിവുകളുണ്ട് തൃത്വത്തെ സംബന്ധിച്ച്. പക്ഷെ അത് ഡോക്ടറിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അതറിയാൻ വേണ്ടി അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊന്ന്, മുഹമ്മദ് എന്ന് പറയുന്ന, നമ്മൾ പൊതുവായിട്ട് പറയുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ എം ജെറാൾഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് മനുഷ്യനുമാണ്, ജെറാൾഡ് എന്ന വ്യക്തിയുമാണ്. ക്ലിയറാണോ? ജെറാൾഡ് എന്ന വ്യക്തിക്ക് മനുഷ്യനെന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല. അല്ലേ? ജെറാൾഡ് എന്ന് പറയുന്ന മനുഷ്യനിലാണ് ജെറാൾഡ് ജീവിക്കുന്നത്. അല്ലേ? ജെറാൾഡ് എന്ന് പറയുന്ന വ്യക്തി ഈ ശരീരത്തിൽ, മനുഷ്യൻ എന്ന് പറയുന്ന പൊതു സാധനത്തിലാണ് ജീവിക്കുന്നത്. അല്ലേ? അപ്പോൾ എം അക്ബർ ആയിക്കോട്ടെ, ജെറാൾഡ് ആയിക്കൊള്ളട്ടെ, മുഹമ്മദ് ആയിക്കൊള്ളട്ടെ, നരേന്ദ്രമോദി ആയിക്കൊള്ളട്ടെ, ട്രംപ് ആയിക്കൊള്ളട്ടെ, എല്ലാവരും മനുഷ്യരാണ്. വ്യക്തി എന്ന് വിളിക്കും, എന്തെന്ന് വിളിക്കും? ട്രംപ്, മോദിജി, അതോടെ മുഹമ്മദ് എന്നിങ്ങനെ വിളിക്കും. മുഹമ്മദ് അല്ലെങ്കിൽ മോദിജി എന്ന് പറയുന്ന വ്യക്തിക്ക് മനുഷ്യനെന്ന് പറഞ്ഞ സത്തയും മോദിജി എന്ന് പറയുന്ന വ്യക്തിയും ഒരാളാണ്. രണ്ടായിട്ട് നിൽക്കാൻ പറ്റുമോ? മുഹമ്മദ് പറ്റുമോ? എം ജെറാൾഡിന് പറ്റുമോ? ഇല്ല. പക്ഷെ ദൈവം ഇതിൻ്റെ എല്ലാം മുകളിലായത് കൊണ്ട് എന്താണ്? സത്തയിൽ ഏകമായിരിക്കുമ്പോൾ വ്യക്തിയിൽ, സത്തയിൽ പ്രശ്നമുണ്ടാക്കാതെ 3 വ്യക്തികളായി സ്ഥിതി ചെയ്യുവാൻ അവർക്ക് കഴിയും. ഇതെടുത്തൊരു ദൈവത്തിൻ്റെ സത്തയെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നല്ല, ഏകദേശം ഒന്ന് മനസ്സിലാക്കുവാൻ, ഒരു ഗ്രാഹി കിട്ടും. കാരണം മനുഷ്യൻ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ പരിമിതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, അതോ ആ പരിമിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പം മനുഷ്യന്, ജെറാൾഡ് എന്ന് പറയുന്ന വ്യക്തി മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ വ്യക്തി ആരാണ്? ജെറാൾഡാണ്. വ്യക്തിയുടെ പേരാണ് ജെറാൾഡ്. മനുഷ്യൻ പൊതുവായിട്ട് വരുന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയും വ്യക്തി എന്ന അവസ്ഥയും ജെറാൾഡിൽ വേറിട്ട് നിൽക്കാൻ ജെറാൾഡിന് സാധിക്കുകയില്ല. പക്ഷേ ജെറാൾഡിൻ്റെ സൃഷ്ടാവ്, സകലത്തിൻ്റെ സൃഷ്ടാവിനെന്ത്? ഇത് അസാധ്യമല്ല. മനസ്സിലായോ? അപ്പോൾ ദൈവം എന്ന് പറയുന്ന സത്തയും പുത്രൻ എന്ന് പറയുന്ന സത്തയും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സത്തയും ഒരേ സമയം ഒരുമിച്ചാകുവാനും വേറിട്ട് നിൽക്കുവാനും അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്. ഉണ്ടോ? പുത്രനും കർത്താവും, രക്ഷകനും കർത്താവും. നോക്കിക്കോ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. മനസ്സിലായോ? സത്തയിൽ ദൈവമായിരിക്കുന്നു. അപ്പം അപ്പോസ്തലന്മാർ അവനെ വിളിക്കുന്നത് എങ്ങനെയാണ്? കർത്താവും രക്ഷകനും. മനസ്സിലായോ? അതിപ്പം വായിച്ചത് വീണ്ടും ഗലാത്യ ലേഖനം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. മനസ്സിലായോ? അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? സത്തയിലും സാരാംശത്തിലും എസൻസിലും എല്ലാം ഒന്നാണ്. പക്ഷേ അതിൽ ഇങ്ങനെ ഞങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ ഞങ്ങൾ കുടികൊള്ളുന്നു നമ്മളെ പഠിപ്പിച്ചതാരാ? ക്രിസ്തു. ഇതില്ലെന്ന് പഠിപ്പിച്ചതാരാ? മുഹമ്മദ്. ആർക്കാണ് ആധികാരികത? ക്രിസ്തുവിനാണ്. കാരണം ജനാധിപത്യ വികസന മതേതര രാഷ്ട്രങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവിടെ ക്രിസ്ത്യാനിറ്റി ഉള്ളൂ. ഇസ്ലാം ഉള്ളിടത്ത് ഉണ്ടാവില്ല. അവിടെ ഉണ്ടാകുന്ന പാകിസ്ഥാനാണ്, ബംഗ്ലാദേശാണ്, അഫ്ഗാനിസ്ഥാനാണ്.
മനസ്സിലായോ? മനസ്സിലായി. ഒരു 2000 വർഷം മുമ്പുള്ള വികസിത രാഷ്ട്രങ്ങളുടെ പേരറിയാവോ? ലെബനോൻ, സിറിയ, ഈജിപ്ത്, ഇറാഖ്, ഇറാന് 2000 വർഷം മുമ്പുള്ള വികസിത രാഷ്ട്രങ്ങളാണ്. 1400 വർഷം മുമ്പ് ഇസ്ലാം കടന്നു വന്നതിന് ശേഷം ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? മനസ്സിലായോ? അപ്പോൾ ഈ ആധികാരികത നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ ഗ്രന്ഥങ്ങളുടെയും ഓരോ വിശ്വാസങ്ങളുടെയും ഓരോ പ്രത്യയശാസ്ത്രങ്ങളുടെയും ആധികാരികത അത് പ്രയോഗിച്ച് നോക്കുക. ശ്രമിക്കോ? ഒരു കമ്പ് നട്ടു അതേ കപ്പക്കിഴങ്ങുണ്ടാകുമ്പോൾ നമ്മൾ കപ്പയാണെന്ന് മനസ്സിലാവും, അറിയത്തില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞതുപോലെ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയേണ്ടത്. അപ്പം മുഹമ്മദ് ഇസ്സ അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾക്ക് തൃത്വത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് കൂട്ടായ്മയാണ്. ഇപ്പം വേറെ ഓർത്ത് നോക്കിയേ, ഏകനാണെങ്കിൽ തനിക്ക് പുറത്ത് ആരെങ്കിലും സൃഷ്ടിക്കുമോ? ഏകന ഒരുത്തൻ, അവൻ ഏകാധിപതിയായിരിക്കും. അപ്പം തന്നിൽ തന്നെ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നൊരവസ്ഥ ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ദൈവം തനിക്ക് പുറത്ത് സൃഷ്ടി നടത്തിയത്. സ്നേഹത്തിൽ നിന്നാണിത്. അതുകൊണ്ടാണ് ഫ്രീവില്ലോടുകൂടി സൃഷ്ടിച്ചത്. ഫ്രീവില്ലോടുകൂടി സൃഷ്ടിച്ചത് കൊണ്ടാണ് മനുഷ്യനായ ക്രിസ്തു അവതരിക്കേണ്ടി വന്നത്. മനസ്സിലായോ? കാരണം ഫ്രീവില്ലിൻ്റെ ദുർവിനിയോഗം ചെയ്തു. അപ്പോൾ ദുർവിനിയോഗത്തിന് പ്രായശ്ചിത്തം ചെയ്യണം, അതിന് പരിഹാരം കാണിച്ചു കൊടുക്കണം, നല്ല മാർഗം കാണിച്ചു തരണം. അതാണ് ക്രിസ്തു വന്നത്. അപ്പം അതുകൊണ്ട് വീണ്ടും നോക്കിക്കോ, ഗലാത്യ ലേഖനം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. എഫേസ്യക്കാരോട് വീണ്ടും പറയുന്നു, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. വീണ്ടും ഫിലിപ്പി ലേഖനം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. അങ്ങനെ എല്ലാ ലേഖനങ്ങളും എടുത്ത് നോക്കിക്കോളൂ. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കൊളോസോസ് 1:15. മനസ്സിലായോ? അപ്പോൾ എന്തിനാ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്? യോഹന്നാൻ 9:39 ന്യായവിധിക്കായിട്ടാണ്. മനസ്സിലായോ? വഴിയും സത്യവും ജീവനും ഞാനാണ്, മാർഗം കാണിച്ചു തരാൻ വേണ്ടിയാണ്. വീണ്ടും നോക്കിക്കോ, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഉണ്ടോ? പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് കണ്ടോ? വീണ്ടും തീമോത്തിയോസിനോട് പറയുന്നു നോക്കിയോ, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. വീണ്ടും തീമോത്തിയോസ് 2, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ഫിലോമോനോട് പറയുകയാണ്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. മനസ്സിലായോ? അപ്പോൾ ഇത് എവിടുന്ന്? ആരെ? ഗുരുവിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ചതാണ്. മനസ്സിലായോ? പിതാവായ ദൈവമുണ്ട് എന്ന്, ദൈവം പിതാവാണെന്ന് ആര് പഠിപ്പിച്ചു? ക്രിസ്തു പഠിപ്പിച്ചു. മനസ്സിലായോ? ഏകാധിപതി അല്ല, തനിക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും നാട് വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നവനല്ല. അതാണ് ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് കണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പത്രോസ് പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. കേട്ടോ? അപ്പം എങ്ങനെയാണ് അപ്പസ്തോലന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ? ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം നിങ്ങളിൽ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പം എങ്ങനെയാണിത് പഠിപ്പിക്കുന്നത്? ഇത്ര ക്ലിയറാണ്. വീണ്ടും ജൂഡ് എഴുതിയ ലേഖനം നോക്കിക്കോ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടവരുമായവരെ. അപ്പോൾ കൃത്യമാണ് ഇവിടെ അവർ സത്തയിൽ, സാരാംശത്തിൽ, പ്രകൃതിയിലെല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് ഏകമെന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. അതുകൊണ്ട് പിതാവെ കൂട്ടണം, പുത്രനെ കൂട്ടണം, പരിശുദ്ധാത്മാവെ കൂട്ടണം, ദൈവം. മനസ്സിലായോ? പിതാവിൽ ആരുണ്ട്? പുത്രനും പരിശുദ്ധാത്മാവും പൂർണ്ണമായുണ്ട്. പുത്രനിൽ പരിശുദ്ധാത്മാവും പിതാവും പൂർണ്ണമായുണ്ട്. അതുകൊണ്ട് പുത്രൻ കൂട്ടണം, പരിശുദ്ധാത്മാവ് കൂട്ടണം, പിതാവ് സമം ദൈവം. മനസ്സിലായോ? നീ ഗുണിച്ചോ? പിതാവായ ദൈവം ഗുണിക്കണം, പുത്രനായ ദൈവം ഗുണിക്കണം, പരിശുദ്ധനായ ദൈവം ഗുണിക്കണം, ദൈവം. നമ്മൾ എന്തിനെയാണ് ഗുണിക്കുന്നത് എന്നുള്ളത് മറച്ചു വെക്കുകയാണ് മുഹമ്മദ്. മനസ്സിലായോ? കുട്ടൻ സാറുടെ കളി മനസ്സിലായോ? എന്തിനെയാണ് ഗുണിക്കുന്നത്, അല്ലെ എന്തിനെയാണ് നമ്മൾ ഒരു പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ക്രൈറ്റീരിയ, ഒരു തത്വം എടുത്തിട്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന തന്ത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത് എന്താണ്? ക്രിസ്തുവിനെയാണ്. ജീവിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയും പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയുമാണ്. ക്രിസ്തുവാണ് ആരെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുമൊക്കെ പഠിപ്പിക്കുകയും ആ സത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ക്രിസ്തുവാണ്. അപ്പം ഇവിടെ നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ഋത്വവും ലോകത്തോട് പ്രസംഗിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെയുമാണെന്നുള്ള വസ്തുതയാണ് ഇത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.